ഈ പള്ളി അറിയത്തില്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കും അല്ലേ? കേരളത്തിലെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായ ഇടപ്പള്ളി പള്ളിയിലാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. ഏകദേശം 1000ഓളം വർഷം പഴക്കമുള്ള ഈ പള്ളി വിശുദ്ധ ഗീവർഗീസ് പുണ്യാളൻ്റെ നാമധേയത്തിലാണ് സ്ഥാപിതമായിരിക്കുന്നത്. ഇവിടെ 2 പള്ളികളാണ് ഉള്ളത്, പഴയതും പുതിയതും. ഇതാണ് കേട്ടോ പഴയ പള്ളി. പഴയ പള്ളിയുടെ ഉൾവശമാണിത്. എത്ര മനോഹരമായിട്ടാണ് ഇതിപ്പോഴും സംരക്ഷിച്ചു പോരുന്നത്. ഇനി നമുക്ക് പുതിയ പള്ളിയിലേക്ക് പോകാവേ. ഈ പള്ളിയുടെ 2 വശത്തുകൂടെയും വഴിയുണ്ട്. അപ്പോഴാണ് ഞാൻ ഈ കാഴ്ച കണ്ടത്. പള്ളിയുടെ മുന്നിൽ തന്നെയാണ് സെമിത്തേരിയെ. ഞാൻ ആദ്യമായിട്ടാണ് പള്ളിയുടെ മുന്നിൽ ഇത്രയും അടുത്തായിട്ട് സെമിത്തേരി കാണുന്നത്. അടുത്തേക്ക് വരുമ്പോഴാണ് ഈ പള്ളിയുടെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വളരെ വലിയ ഒരു പള്ളിയാണ് കേട്ടോ ഇത്. ഈ പള്ളിയുടെ 2 വശത്ത് 2 വലിയ ഗോപുരമുണ്ട്. അതിൻ്റെ മുകളിലാണെങ്കിൽ വലിയ 2 മാലാഖമാരും. പള്ളിയുടെ മുകളിലാണെങ്കിൽ കൈ വിരിച്ച് നിൽക്കുന്ന വലിയൊരു ഈശോയുടെ രൂപം കൂടെയുണ്ട്. മോന്തളത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ബൈബിളിനെ ആസ്പദമാക്കി കുറേ ചിത്രങ്ങൾ കുത്തിവെച്ചിരിക്കുന്നത് നമുക്ക് കാണാം കേട്ടോ. പ്രാർത്ഥിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ വേണ്ടി പള്ളിക്കകത്ത് നമുക്ക് വീഡിയോയോ ഫോട്ടോയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതിൻ്റെ കാരണം നമുക്ക് ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ മനസ്സിലാകും. അതിമനോഹരമായ കൊത്തുപണികളാൽ സമൃദ്ധമാണ് ഈ അൾത്താര. നിശബ്ദത പാലിക്കാന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അത് തന്നെയാണ് കേട്ടോ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ദേവാലയം മാത്രമല്ല കേട്ടോ, ദേവാലയത്തിൻ്റെ പരിസരം മുഴുവനും നല്ല മനോഹരമായിട്ടാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പല സൈസ് നിറത്തിലുള്ള കടലാസ് റോസയാണ് കേട്ടോ. ഞാൻ അവിടുന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്ത്. നഗരത്തിൻ്റെ മധ്യത്തിലാണേലും അല്പസമയം ശാന്തമായി ഇരിക്കാനും സമയം ചെലവഴിക്കാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഇടപ്പള്ളി പള്ളി. പിന്നെ എനിക്കൊരു സംശയം കൂടെയുണ്ട്. ഈ പുതിയ പള്ളിയുടെ പണി കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് പഴയ പള്ളി ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്ന ആർക്കെങ്കിലും അറിയാമോ? അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.